2024 ബിജെപിക്ക് തുടർഭരണം സമ്മാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമത്വം കാട്ടിയെന്ന തെളിവ് നിരത്തി രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 25 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിൽ അട്ടിമറി നടത്തി. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ബിജെപി 1 ലക്ഷത്തിലേറെ വോട്ടുകൾ മറിച്ചു. വ്യാജ വോട്ടർമാരുടെ കണക്ക് പുറത്തുവിട്ട രാഹുൽ തന്റെ ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ എതിരാളികളെ വെല്ലുവിളിച്ചു. കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ പുറത്തുവിടാത്തതും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതും ക്രമക്കേട് മറയ്ക്കാനാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. One voter appearing multiple times on the voter list, fake and invalid addresses, voters who didn't have addresses or were just fake addresses, bulk voters in single address, one building, 50 people, 60 people, one bedroom house, so we go there, no 50 people living there, no record of those people ever having living there, one family living in that house. Invalid photos which you simply cannot see or no photos existing of theirs on the polling list. And then the most interesting, misuse of Form 6. Form 6 is the form that allows new voters to become voters. So generally Form 6 is anyone who's 18 and above but hasn't voted in the last election, so they should be between 18 and 23 years old. And so now we're going to go and we're going to show you how this was done. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് അട്ടിമറിയുടെ ആഴം വ്യക്തമാകുന്ന തരത്തിൽ കണക്കുകളും തെളിവുകളും നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇത് ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന വാർത്താ സമ്മേളനമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്താണ്? അതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുടർച്ചയായി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന രാഹുൽ ഗാന്ധി തെളിവുകളുമായി എത്തുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക? നോബൽ, റോഷ്നി, തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ തന്റെ പക്കൽ ആറ്റം ബോംബുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തെളിവുകൾ സഹിതം അതിപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വിവിധ കാര്യങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ വാർത്താ സമ്മേളനത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്, അതിൽ തെളിവുകൾ നിരത്തുന്നുണ്ട്. പ്രധാനമായും ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ അടക്കം കണക്കുകൾ, ഒപ്പം മഹാരാഷ്ട്രയിലെ അടക്കം കണക്കുകൾ, ഒപ്പം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അടക്കം കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങൾ ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതിൽ പറയുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ വോട്ട് മോഷണം നടത്തി എന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ 5 മാസം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന് 5 മാസം കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 5 മാസം കൊണ്ട് ചേർത്ത വോട്ടർമാർ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്ത് 5 വർഷം കൊണ്ട് ചേർത്തതിൻ്റെ ഇരട്ടി വരും. അതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ ചേർത്തു, അതായത് 1 കോടി വോട്ടർമാരെ അധികമായി ചേർത്തു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. അത് മാത്രമല്ല, കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം എടുത്തുകൊണ്ട് അതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായ വോട്ട് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ന്. അതായത് ഒരാൾക്ക്, അതായത് ഒരു വീട്ടിൽ 80 പേർ താമസിക്കുന്ന ഒരു അഡ്രസ്സിൽ വോട്ടുകൾ ഉണ്ട്. ഒരു വീട്ടിൽ 80 പേർ, അത്രയും വോട്ടർമാർ ഉള്ള ഒരു വീട്. അതോടൊപ്പം തന്നെ ആദ്യ വോട്ടർമാരായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ത്രീക്ക് 70 വയസ്സ്. അവർ തന്നെ 2 മണ്ഡലങ്ങളിൽ 2 ബൂത്തുകളിൽ വോട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം. പലരും രാജ്യത്ത്, അതായത് കർണാടകയിലുള്ള വോട്ടർ മഹാരാഷ്ട്രയിൽ ലക്നൌവിലും വോട്ട് ചെയ്തതിൻ്റെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതിൻ്റെ തെളിവുകൾ. അതോടൊപ്പം തന്നെ പല വോട്ടർ പട്ടികയിലും പേരുകൾക്ക് പിന്നാലെ, പ്രത്യേകിച്ച് ആളുകളുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഒക്കെ XYZ അല്ലെങ്കിൽ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ പേരുകളില്ല. XYZ അല്ലെങ്കിൽ ZY അങ്ങനെയൊക്കെ പേരുകൾക്ക് പകരം അത്തരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പല ഫോട്ടോകളും വ്യക്തമല്ല, പലരുടെയും ഫോട്ടോകൾ വ്യക്തമല്ല. പലയിടത്തും അഡ്രസ്സുകൾ ചെന്ന് നോക്കിയപ്പോൾ അത്തരത്തിൽ ആളുകൾ ഇല്ല. എന്താണെങ്കിലും ഗുരുതരമായ ആരോപണങ്ങൾ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിൽ മാത്രം വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുണ്ട്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം, വ്യക്തമായ മറുപടി എന്തായിരിക്കും എന്നതടക്കം നമ്മൾ കാത്തിരിക്കുകയാണ്.